പിന്നൊരു കത്ത്. ബഹുമാനപ്പെട്ട സമസ്ത മാന്യരെ 2020-21 വർഷങ്ങളിൽ ഞാൻ കാളികാവ് വാഫി PG ക്യാമ്പസിൽ മുദരിസായിരിക്കെ സ്റ്റാഫ് മീറ്റിംഗിൽ വെച്ച് ഹക്കീം ഫൈദി ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി: ഇപ്പോഴത്തെ സമസ്ത പ്രസിഡന്റിനെ നമ്മൾ പുറത്താക്കും. സമസ്തയെ നമ്മൾ കൊണ്ടുപോകും. എനിക്ക് കാരണം പറയുന്നുണ്ട്. പ്രസിഡന്റ് നമ്മുടെ CIC-ക്കെതിരെ സംസാരിച്ചിരിക്കുന്നു. അയാൾക്ക് 0 വില മാത്രമേ ഉള്ളൂ. അയാൾ പറഞ്ഞതാണ്. പിന്നീട് നടന്ന അസംബ്ലിയിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ടും സമസ്തയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയോ, അതിനുള്ള ആസൂത്രണ പറയുന്നത്, പിന്നീട് നടന്ന അസംബ്ലിയിൽ ഇക്കാര്യങ്ങൾ ധനിപ്പിച്ചുകൊണ്ടും സമസ്തയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയോ പ്രസിഡന്റിനെ പുറത്താക്കുകയോ ചെയ്യാനുള്ള ക്യാമ്പയിനുമായി വാഫി വിദ്യാർത്ഥികളും മുന്നോട്ട് പോകണമെന്ന് ധനിപ്പിച്ചുകൊണ്ടും അതിനുള്ള പ്രതിജ്ഞകൾ ഓരോരുത്തരും എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സംസാരിക്കുകയുണ്ടായി. അപ്പൊ സമസ്തക്ക് ഇതിൽ ഒന്നും ചെയ്യണില്ല എന്നാണ് പറയുന്നത്. വാഫികൾ പ്രതിജ്ഞ എടുക്കണം, അവിടുത്തെ പഠിക്കുന്ന പഠിതാക്കൾ പ്രതിജ്ഞ എടുക്കണം, സമസ്തനെ പൊളിക്കാൻ, പ്രസിഡന്റിനെ പുറത്താക്കാൻ, എന്നിട്ട് സമസ്ത പിടിച്ചെടുക്കാൻ പ്രതിജ്ഞ എടുക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ഡീനിനോടും വൈസ് ഡീനിനോടും ഇക്കാര്യത്തിന്റെ അപകടം ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചു. അത് തങ്ങൾ പറയണം. അപ്പൊ അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ ആ ക്യാമ്പയിന് പിന്തുണ കൊടുക്കുകയില്ലെന്നും അത് ഷെയ്ഖിന്റെ, അതായത് ഹക്കീം ഫൈസിയുടെ തീരുമാനവും പ്രവർത്തനവും മാത്രമായി കണ്ടാൽ മതിയെന്നും വൈസ് ഡീൻ മറുപടി പറഞ്ഞു എന്ന് സയ്യിദ് മൊയ്നുദ്ദീൻ ജിസ്ഫി തങ്ങൾ ഒപ്പ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സമസ്തനായിട്ടുള്ള സമീപനം, സമസ്തക്കെതിരെയുള്ള പ്രചരണം. ഇപ്പോൾ എന്തൊക്കെയാണ് എഴുതി വിടുന്നത്, വ്യാജ ഐഡി ഉണ്ടാക്കി എന്തൊക്കെ എഴുതി വിടുന്നത് ഇപ്പോഴും വിട്ടുകൊണ്ടിരിക്കുക. ഹക്കീം ഫൈസിനോട് പറഞ്ഞു, നല്ല നിലക്ക് ഞങ്ങൾക്ക് ഇതായിട്ടൊരു ബന്ധമല്ല, നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അപ്പം അതിന് പകരം ഒരു കത്ത്, ആ കത്തിൽ അങ്ങനെ പറയാൻ പറ്റൂല, എന്നെ അപകീർത്തിപ്പെടുത്തുന്ന ചില കത്തുകൾ ഉണ്ടായിട്ടുണ്ട്, അതും കൂട്ടി പറയാനേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് സമസ്ത നേതാക്കളെ മാത്രം ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നത് എന്ന് പറയുന്നതിന് പകരം സമസ്തയെയും നേതാക്കളെയും CIC-യെയും പ്രവർത്തകരെയും കണ്ടോ രണ്ടുകൂടി കൂട്ടി പറയും. അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നതും വന്നതുമായ മുഖമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ഇടപെടലുകളും അസത്യ പ്രസ്താവനകളും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കപ്പെടണം. അവയുമായി CIC-ക്ക് യാതൊരു ബന്ധവുമില്ല. അവയുമായി എന്നാൽ സമസ്തനെ മാത്രം പറയാൻ തയ്യാറില്ല, രണ്ടും കൂടി എന്ന് CIC-യുടെ ഭാഗത്തു നിന്ന് വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത നേതാക്കൾ പറഞ്ഞിട്ടുള്ളതുപോലെ സൗകര്യം പരിഗണിച്ച് കൂടി ആലോചിച്ച് നിശ്ചയിക്കുന്ന ദിവസം CIC അധികൃതരും സമസ്ത നേതാക്കളും കൂടിയിരുന്ന് തീരുമാനിക്കുക എന്ന നിർദ്ദേശം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഴുവൻ വായിച്ചില്ലാന്ന് വരണ്ട, കുറച്ച് ഭാഗം വായിച്ചെന്ന് വരണ്ട വെച്ചിട്ടാണ് മുഴുവൻ വായിച്ചത്. ഞാനതൊന്നും വിശദീകരിക്കണില്ല, അതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ കാരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്കെതിരായി സമസ്തക്കെതിരായി പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്നത് കൊണ്ട് ഒരുപാട് ഇടപെടലുകൾ അന്യോന്യം നടത്തിയെങ്കിലും അതുകൊണ്ടൊന്നും ഫലം കാണാതെ വർഷങ്ങൾ പിന്നിട്ടതിൻ്റെ ശേഷം ഇനി ഒരു രക്ഷാമാർഗമായി ഈ വ്യക്തിയെ തൽക്കാലം സംഘടനൻ്റെ പേര് പറഞ്ഞതൊന്നും ചെയ്യേണ്ട, സമസ്തൻ്റെ പേര് പറഞ്ഞതൊന്നും ചെയ്യേണ്ട എന്നുള്ള നിലക്ക് സമസ്തയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്യാൻ സമസ്ത മുഷാവറ തീരുമാനിച്ചു. അത് പത്രത്തിലൂടെ ജനങ്ങളെ അറിയിച്ചു. അതിൻ്റെ വിശദീകരണങ്ങൾ അത് വിശദീകരിക്കാതെ പോയതായിരുന്നു. അത് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇത് മാത്രമാണ് പ്രശ്നം.
യാതൊരു നിലക്കും വാഫിയോ ഫിയ എന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം അല്ലെങ്കിൽ ആ സംവിധാനം ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്ന നിലക്ക് സമസ്ത ഇന്ന് വരെ അതിനെ എതിർത്തിട്ടില്ല. അതിനെ വേണ്ട വിധത്തിൽ അതിനെ ഈ സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയങ്ങളൊക്കെ ഒഴിവാക്കി സമസ്തയുടെ വീക്ഷണം അനുസരിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശങ്ങൾ അനുസരിച്ച് അതിനെ ശക്തിപ്പെടുത്തുന്നത് തന്നെയാണ് സമസ്ത പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? പക്ഷേ ഈ നിലക്ക് പോകാൻ സമ്മതിക്കൂല. ഈ നിലക്ക് പോയാൽ സമൂഹം ആകെ നാശാവും. നേരത്തെ പറഞ്ഞ ഇമാമുമാരുണ്ടല്ലോ, അങ്ങനത്തെ ഇമാമുമാരെ വാർത്തെടുക്കുന്ന രീതി അതിപ്പോൾ നമ്മൾക്ക് വേണ്ട. അതൊക്കെ ഒരുപാട് പറഞ്ഞാലുള്ളതാണ്, അതിലേക്ക് പ്രവേശിക്കണില്ല. അതേ പ്രകാരം തന്നെ ഹക്കീം ഫൈളി എന്ന ആ വ്യക്തിയോട് വ്യക്തിപരമായിട്ട് സമസ്തയിൽ ആർക്കും, ഞാനടക്കം എൻ്റെ കാര്യം ഞാൻ തുറന്നു പറയണ, വ്യക്തിപരമായിട്ട് യാതൊരു വിരോധമല്ല. അയാൾക്ക് എത്ര പുരോഗതി, എത്ര ഉയർച്ച, എത്ര വളർച്ച ഉണ്ടാവണം അതിലങ്ങേയറ്റം സന്തോഷിക്കുന്നവനാണ് ഞാൻ. പക്ഷേ ഈ ബിദഅത്ത് ദലാലത്തിൻ്റെ ഈ നീക്കം അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല നമ്മൾക്ക്. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് പോലെ മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടു നിൽക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യും. കേരളത്തിൽ ഈ വർഷം നടന്ന ഓണാഘോഷങ്ങൾ കണ്ട് മനസ്സു വേദനിച്ച ഒരു ഹുദവിയുടെ വികാരപ്പെടലുകളും വിചാരപ്പെടലുകളും നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിലെ ഹൈന്ദവ സമുദായത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ സഹതാപമുണ്ട്. കേരളത്തിൽ ഓണത്തിലേക്ക് ഒരുപാട് മുസ്ലിം കുട്ടികൾ ഇറങ്ങിത്തിരിച്ചത് കണ്ടുകൊണ്ട് ഹുദവി വേദനിക്കുകയാണ്. അങ്ങേരുടെ വേദന ഹൈന്ദവർക്ക് ഓണം ആഘോഷിക്കാൻ കൊടുക്കാതെ മുസ്ലിമീങ്ങൾ അത് ഏറ്റുപിടിച്ചു എന്നുള്ളതാണ്. ആ സങ്കടമൊക്കെ വളരെ പ്രസക്തമാണ്. ഇനി എന്താണ് അയാളെ പ്രശ്നം എന്നുകൂടി കേട്ടു നോക്കാം. കാരണം എല്ലാ ആഘോഷങ്ങളും അവരുടെ കയ്യിൽ നിന്ന് പോയിരിക്കണം. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്നത് ഹൈന്ദവ സമുദായമൊന്നുമല്ല, മുസ്ലിം സമുദായത്തിലെ കുട്ടികളാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. എങ്ങനെയാണ് ഹൈന്ദവ സമൂഹത്തിന്റെ കൈകളിൽ നിന്ന് ഈ ഓണാഘോഷം മുസ്ലിം സമുദായം ഇത്രയും വ്യാപകമായി തട്ടിയെടുത്തത്? അതിനുള്ള ഒരു സാമുദായിക പശ്ചാത്തലം നമുക്കിടയിൽ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്ന് ഹുദവി എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊരു സംഗതിയും കൂടി വേറെ കേൾപ്പിച്ചു തരാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. മുസ്ലിം പള്ളികളിൽ നിന്ന് പണ്ഡിതന്മാരും ഉലമാക്കളും ഒക്കെ വ്യാപകമായി മുസ്ലിം സമുദായത്തെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരം കാര്യങ്ങളുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് അതിനൊക്കെ പ്രചോദനം നൽകിയതിൽ ആർക്കാണ് ഹുദവി പങ്കുള്ളത്? ഈ നാട്ടിലെ മുസ്ലിം മഹല്ലത്തുകളുടെ ഏറ്റവും സമുന്നതമായ ഖാദി സ്ഥാനത്ത് നിൽക്കുന്നവർ, സമുദായം ഏറ്റവും കൂടുതൽ റോൾ മോഡലായി കാണുന്ന വ്യക്തിത്വങ്ങൾ ഇത്തരം ആഘോഷ രീതികളിലേക്ക് വളരെ സുതാര്യമായും വ്യാപകമായും ഇറങ്ങിത്തിരിച്ചതിന്റെ ഒരു ദുരന്തം കൂടിയാണ് താങ്കൾ യാത്രാവേളയിൽ കണ്ട അത്തരം കലാപ്രകടനങ്ങളുടെ കാരണമെന്ന് നിങ്ങൾ മറന്നുപോകാൻ പാടില്ല. പിന്നെ ഓണാഘോഷങ്ങളുടെ പേരിൽ തെരുവിൽ തുള്ളിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒക്കെ കാര്യം ആലോചിച്ചും പ്രിയപ്പെട്ട ഹുദവി സങ്കടപ്പെടുന്നുണ്ട്. ആലോചിച്ചിട്ടുണ്ടോ ഹുദവി? എത്ര രാഷ്ട്രീയ വേദികളിൽ താങ്കൾ പ്രഭാഷകനായി കടന്നു ചെല്ലുന്നുണ്ട്. ആ രാഷ്ട്രീയ വേദികളിൽ നിന്ന് താങ്കൾ ഇറങ്ങിപ്പോന്നാൽ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കെ തന്നെ അവിടെ പിന്നെ നടക്കുന്ന കലാപരിപാടി എന്താണ്? താങ്കൾ എന്താണോ തെരുവിൽ ഓണാഘോഷത്തിന് വേണ്ടി കണ്ടത്, അതിന്റെ മറ്റു ചില വേർഷനുകൾ സാമുദായിക രാഷ്ട്രീയത്തിൽ താങ്കൾ പ്രഭാഷണം നടത്തി പോരുന്ന വേദികളിൽ നടക്കുന്നില്ലേ? ഇത്തരം തെറ്റുകളുടെ ഗൗരവം സമുദായത്തിൽ കുറഞ്ഞു വരികയും അതൊക്കെ സാമാന്യവൽക്കരിക്കപ്പെടുകയും ചെയ്തതിന്റെ പിന്നിൽ താങ്കൾക്ക് കൂടി ചെറിയൊരു പങ്കുണ്ടോ എന്ന് പുനരാലോചന നടത്താൻ താങ്കളുടെ യാത്രാവേളകളിൽ കണ്ട ദുരന്തം താങ്കൾക്ക് കാരണമാകണ്ടേ? നിങ്ങൾ അതിന്റെ അവകാശികൾക്ക് വകവെച്ച് നൽകുക. ഇതായിരുന്നു സമുദായത്തിലെ സമുന്നതരായ ആളുകളൊക്കെ ക്രിസ്തുമസിലും ഓണത്തിലൊക്കെ വ്യാപകമായി പങ്കാളികളായപ്പോ ആലിമീങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആ പറയുന്ന ആലിമീങ്ങളെ തെറി പറയാനും അവരെ ആക്ഷേപിക്കുവാനും അവരെ വിവിധ ചാപ്പുകളും മുദ്രകളും ചാർത്തി ആക്ഷേപിക്കാനുമല്ലേ ഹുദവി പലപ്പോഴും താങ്കൾക്ക് വേദി കെട്ടിത്തരുന്ന താങ്കളുടെ കൂടി അണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗൗരവമായ പുനരാലോചനകളും പരിഹാരക്രിയകളും തെറ്റുതിരുത്തലുകളും സ്വന്തം പാളയത്തിൽ നിന്ന് തുടങ്ങാതെ എങ്ങനെയാണ് ഹുദവി ഈ തലമുറയെ നമുക്ക് തിരുത്താൻ സാധിക്കുക? സാന്ദർഭികമായി ഇത് കേൾക്കുന്ന ഈ സമുദായത്തിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, യുവാക്കളോട് സ്നേഹബുദ്ധിയ ഉണർത്താനുള്ളത്, ഓണാഘോഷങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ സംഭവിക്കുന്ന മതപരമായ ഒരു തിന്മ എന്നതോടൊപ്പം തന്നെ ഇന്ന് അത്തരം കാര്യങ്ങൾ സമുദായത്തെ വെല്ലുവിളിക്കാനും സമുദായത്തിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യാനും ഈ രാജ്യത്തെ ഹിന്ദുത്വ ശക്തികളും നിരീശ്വരവാദികളും നിങ്ങളെ ഒരു ടൂളായി, നിങ്ങളെ ഒരു ഉപകരണവും ആയുധവുമായി ഉപയോഗിച്ചുകൊണ്ട് സമുദായത്തിന് നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമ്മൾ നേടിയില്ലെങ്കിൽ
ഈ സമുദായത്തെ അപഹസിക്കുന്നതിലും ആക്രമിക്കുന്നതിലും നാം അറിയാതെ നമ്മൾ ഉപകരണവും പങ്കാളികളുമായി തീരുമെന്ന ഗൗരവപ്പെട്ട ചിന്തകൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മനസ്സിലുണ്ടാകണമെന്ന് സാന്ദർഭികമായി അത്തരം സുഹൃത്തുക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ്.